1 തിമോത്തി 5 സഭയ്ക്കുള്ളിലെ വിവിധ ഗ്രൂപ്പുകളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ബഹുമാനം, പരിചരണം, അച്ചടക്കം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രായമായ പുരുഷന്മാരെ പിതാവായും യുവാക്കളെ സഹോദരങ്ങളായും പ്രായമായ സ്ത്രീകളെ അമ്മയായും ഇളയ സ്ത്രീകളെ സഹോദരിമാരായും പരിശുദ്ധിയോടെ പരിഗണിക്കണമെന്ന് പോൾ ഊന്നിപ്പറയുന്നു. അധ്യായത്തിന്റെ ഒരു പ്രധാന ഭാഗം വിധവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരെയും കുടുംബ പിന്തുണയുള്ളവരെയും പോൾ വേർതിരിച്ചു കാണിക്കുന്നു. ദരിദ്രരായ വിധവകൾ മാത്രം സഭയെ ആശ്രയിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സ്വന്തം കാര്യം പരിപാലിക്കാൻ അദ്ദേഹം കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥനയിൽ സ്വയം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ വിധവ എന്ന് അദ്ദേഹം വിവരിക്കുന്നു. ചെറുപ്പക്കാരായ വിധവകൾ നിഷ്ക്രിയരോ കുശുകുശുപ്പുകാരോ ആകുന്നതിനു പകരം പുനർവിവാഹം ചെയ്യാനും അവരുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കാനും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മൂപ്പന്മാരോട് സഭാ നേതാക്കൾ പെരുമാറുന്നതിനെയും പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. അവർക്കെതിരായ ആരോപണങ്ങളിൽ നീതി പുലർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു. 2-3 സാക്ഷികൾ ആവശ്യമാണ്. പക്ഷപാതത്തിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ന്യായവിധിയിൽ നിഷ്പക്ഷത പുലർത്താൻ തിമോത്തിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ നേതാക്കളെ തിടുക്കത്തിൽ നിയമിക്കുന്നതിനെതിരെ അദ്ദേഹം ഉപദേശിക്കുന്നു. പാപങ്ങൾ വ്യക്തമായാലും മറഞ്ഞാലും ഒടുവിൽ വെളിച്ചത്തുവരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വെള്ളത്തെ മാത്രം ആശ്രയിക്കാതെ വയറിന്റെ പ്രശ്നങ്ങൾക്ക് അല്പം വീഞ്ഞ് കഴിക്കാൻ തിമോത്തിയെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിപരമായ കുറിപ്പോടെയാണ് അധ്യായം അവസാനിക്കുന്നത്. മൊത്തത്തിൽ 1 തിമോത്തി 5 ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ ഉത്തരവാദിത്തവും അച്ചടക്കവും അനുകമ്പയും പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനും നിർമ്മലത കാത്തുസൂക്ഷിക്കുന്നതിനും സഭ നീതിയുടെയും യഥാർത്ഥ ആവശ്യക്കാർക്കുള്ള പിന്തുണയുടെയും ഇടമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഇത് ഊന്നൽ നൽകുന്നു. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.